ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒറിജിനൽ കഥ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആദർശ് ഡോക്ടർ പറഞ്ഞനുസരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കുക. അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബ്ലഡ് സംഘടിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷേ അമ്മയുടെ ഗ്രൂപ്പ് B നെഗറ്റീവ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ AB നെഗറ്റീവ് ആണെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ പറയുന്നു. 2-3 തവണ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് കൺഫേം ചെയ്തതെന്ന കാര്യം ആദർശ് പറയുമ്പോൾ അത് ഭയങ്കര പ്രശ്നമല്ലോ മോനെ, റെയർ ഗ്രൂപ്പാണല്ലോ എന്ന് പറയുമ്പോൾ അതേ അച്ഛാ, എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റുമെന്ന് പറഞ്ഞു ആദർശ് ജയനോട്. അച്ഛാ, ഇനിയിപ്പോൾ നമുക്ക് അധികം സമയമില്ല, ബ്ലഡ് ഫുള്ള് മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ട് സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ മോനെ എന്ന് പറഞ്ഞു ആദർശിനോട് അച്ഛൻ. അപ്പോൾ ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ജയൻ ഇങ്ങനെ ചോദിക്കുക. ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് പോലും വളരെ റെയറായിട്ട് വരുന്നൊരു ബ്ലഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പം ശരി, അത് തന്നെ ഡോക്ടറും പറഞ്ഞത്. അതുകൊണ്ട് ആ ബ്ലഡ് ബാങ്കിൽ പോലും ഇതില്ലാതായി പോയതെന്ന് പറഞ്ഞു ഈ ആദർശ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ബ്ലഡ് ബാങ്കിൽ എടുത്തിട്ട് പകരം മറ്റാരുടെയെങ്കിലും ബ്ലഡ് കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ആദർശ് ഇങ്ങനെ ജയനോട് പറയുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബ്ലഡ് മാറ്റിയെങ്കിൽ മാത്രമേ അമ്മയുടെ തളർച്ച മാറത്തുള്ളൂ, അത് കഴിഞ്ഞ് മറ്റു ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താമെന്നാണ് പറഞ്ഞത് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ജയനും ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. എന്ത് ചെയ്യണമെന്ന് ജയനും അറിയത്തില്ല. മൊത്തത്തിൽ കാര്യങ്ങൾ അവതാളത്തിലാണ്. ഈ സമയത്താണ് അനാമിക വീട്ടിലിരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നതും. വന്നു മോളെ, നിന്റെ ദേഷ്യമൊക്കെ വേണ്ടത് നയനയോടും അവളുടെ ചേച്ചിയോടുവാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവരുണ്ടല്ലോ, നിനക്ക് അവരെയും അവർക്ക് നിന്നെയും വളരെ വളരെ ഇഷ്ടമാണ്. ആ നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നീ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഒന്ന് പോണം മോളെ. അപ്പൊ എന്തിനാ ഞാൻ പോകുന്നേ? കാണാൻ പാടില്ലാത്തവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് അനാമിക. അപ്പൊ അച്ഛൻ പറയുന്നത് കേൾക്കും മോളെ, നീ ഒറ്റയ്ക്കൊന്നും പോവേണ്ട, ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അന്നേരം മോളോട് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മോള് അച്ഛൻ്റെ നേരെ ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അവിടെ ചെന്നിട്ട് ICUയിൽ കയറി ദേവയാനിയെ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടിട്ട് വേണം മോള് തിരിച്ചു വരാനായിട്ട്. ഇപ്പം പലരും പ്രതിയാക്കുന്നത് നയനയാണ്. അത് തന്നെ മോളും പറയണം, അവളെ പ്രതിയാക്കണം. അമ്മായി അമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്തത് മരുമകളാണെന്ന് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞാലേ പിന്നെ ആരും നമ്മുടെ നേരെ വിരൽ ചൂണ്ടാനായിട്ട് വരില്ല എന്നൊക്കെ പറയണു അച്ഛനെ. ദേഷ്യം കാണിച്ച് ഇവിടെ വന്ന് നിന്നാലേ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ അങ്ങ് നിന്നു പോകുമെന്ന് രേവതി. അമ്മയ്ക്കൊപ്പം അല്ലേ ഞാൻ വന്നത് എന്ന് മകൾ അമ്മയോട് ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നുമോളെ, സമരം ചെയ്യുന്നതും വഴക്കിടുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. എന്നാലേ നിന്റെ ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം വഴക്കിട്ട് വന്നാലും ഇവിടെ അധിക കാലം നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ പിന്നെ ജീവിതകാലം മുഴുവനും അതേ നിപ്പ് ഇവിടെ അങ്ങ് നിന്നു പോകും. എന്ന് വെച്ച് ഇനി ആനി വന്ന് വിളിക്കാതെ ഞാൻ പോകത്തില്ല. നീ പോവണ്ട, നീ പോകാൻ ഞാൻ പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മകൾ ഇങ്ങനെ അമ്മയെ നോക്കുക. എങ്കിലും അവനെ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് തള്ളി വിടണ്ടേ എന്ന് ചോദിച്ചു. അതിന് വേണ്ടുന്ന പണി നമ്മൾ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ വല്യമ്മയെ ചെന്ന് കാണാനും സോപ്പിടാനും പറഞ്ഞത്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? ICUയിൽ കയറി കഴിഞ്ഞാൽ അവൻ്റെ വല്യമ്മ അവശതയിൽ കിടക്കുന്നതൊന്നും നോക്കിയേക്കരുത്, അവരുടെ രക്തം തിളപ്പിച്ചോളണം. അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് മരുമകളെ പുറത്താക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അത് നിന്റെ കയ്യിലായിരിക്കുന്നത് ആ മിടുക്ക്, മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മയും മോളും കൂടെ പോകാനായിട്ട് റെഡിയാകാൻ അകത്തേക്ക് കയറി പോയി. അച്ഛൻ ഇങ്ങനെ സന്തോഷവാനായിട്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അനിയും ജയനും കൂടി ഇങ്ങനെ ICUയുടെ മുന്നിൽ തന്നെ ഇരിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും പറഞ്ഞ സമയത്ത് ബ്ലഡ് അറേഞ്ച് ചെയ്തേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ അനിയോട് പറയുക. ബ്ലഡ് ഫുള്ളായിട്ട് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 എണ്ണങ്ങളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ 2 പേരും കൂടെ കയറി വന്ന് ഇവരെവിടെയാണെന്നൊക്കെ നോക്കുക. പാഞ്ഞാ വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് അനി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു ഇവരെ കണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ വല്യമ്മയ്ക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് കുഴപ്പമാണെന്ന് ജയൻ പറഞ്ഞു. ബ്ലഡ് ട്രാൻസ്ലേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു അനി. ലോകത്തെങ്ങും ഇല്ലാത്തൊരു ഗ്രൂപ്പാണ് എൻ്റേതെന്ന് അനാമിക. AB നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ശ്വാസം നേരെ വീണു. സന്തോഷമായിട്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ജയൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഇവളുമാർ 2 പേരും കൂടി ഇങ്ങനെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് പേടിയാ, മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് കിട്ടാൻ വലിയ പാടാണല്ലോ എന്ന് രേവതി പറഞ്ഞു. ഇതിപ്പോൾ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ, ദേവയാനിയുടെയും അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോളെ അമ്മയുടെ നേരെ ഒരു നോട്ടം. ഇത് നിനക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അനി ചോദിച്ചു. എന്നാൽ പിന്നെ എൻ്റെ വല്യമ്മ ഒന്ന് സഹായിച്ചുകൂടെ നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ മോളിങ്ങനെ അമ്മയെ നോക്കുക കേട്ടോ, പണി വാളി എന്നുള്ളൊരിതിൽ. ബ്ലഡ് കാണുന്നതേ മോൾക്ക് പേടിയാ എന്ന് രേവതിയുടെ വക ഒരു ഡയലോഗ് അത് കേട്ടപ്പം. എവിടെയെങ്കിലും ആക്സിഡൻറ്റ് വന്നാലേ ആ നിമിഷം തന്നെ മോളുടെ ബോധം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ എന്ന് പറഞ്ഞു അനാമിക. എന്നാൽ പിന്നെ മോള് തരണ്ട എന്ന് ജയൻ അന്നേരം പറഞ്ഞു.
ആദർശം ഞാനും ഒക്കെ ബ്ലഡ് സംഘടിപ്പിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അല്ല, ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതല്ലേ വല്യച്ച, അതുകൊണ്ട് ശരീരത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അനി. അതുമാത്രമല്ല, ബ്ലഡ് എടുക്കുന്നതിന് മുൻപ് എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ അറിയുകയും ചെയ്യാമെന്ന് പറഞ്ഞു അനി. അത് ശരിയാ, എന്നാലേ എനിക്കൊരു വൈറൽ ഫീവർ വന്നപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ഹീമോഗ്ലോബിൻ കുറവാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അനാമിക. ആ അതെ അതെ അതെ, രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ടേ ഇടയ്ക്ക് മോള് മരുന്നൊക്കെ കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ഇതാക്കുക. എന്നാലും അനിയുടെ വല്യമ്മയുടെ കാര്യമല്ലേ. അതും പറഞ്ഞ് മോളുടെ നേരെ നോക്കിയപ്പോൾ മോളമ്മയെ കണ്ണു തുറച്ചിങ്ങനെ കാണിക്കുക. നിങ്ങൾ എന്നതാ ഈ വിളിച്ച് പറയുന്നതെന്ന്. അല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സഹായിക്കാമെന്ന് ഞാൻ പറയുകയായിരുന്നു എന്ന് നമ്മുടെ രേവതി. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അമ്മയൊന്ന് വന്നേ, ഞങ്ങളിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മുടെ അനി ജയനോട് പറഞ്ഞു, അവൾ ബ്ലഡൊന്നും തരാൻ പോകുന്നല്ലേ വലിച്ച, അല്ലെങ്കിൽ തന്നെ അവളുടെ ശരീരത്തിൽ ഓടുന്നതേ ശുദ്ധരക്തമാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്താടാ മോനെ ഇങ്ങനെയൊക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജയൻ അനിയോട് ചോദിച്ചു. വലിയച്ച, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൾ നമ്മളുടെ കുടുംബത്തിന് പറ്റിയ ഒരു മരുമകളല്ല. അപ്പോൾ അതെനിക്ക് അറിയാമല്ലോ നിൻ്റെ കാര്യങ്ങൾ. ദേ നീ സങ്കടപ്പെടേണ്ട. നമ്മൾ വിവാഹത്തിന് മുൻപ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളെ മറക്കാനേ വലിയ പ്രയാസമായിരിക്കുമെന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പം നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി പഴയതൊക്കെ മറന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം പഴയതൊക്കെ മറക്കാൻ വലിച്ച, പക്ഷേ അതൊക്കെ മറന്നാലും പുതിയ പുതിയ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു പേടിയാണ് എനിക്കിപ്പോൾ എന്ന് അനി ജയനോട് പറയാം. ദേ വല്യമ്മ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിട്ടിക്കലായി കിടക്കുന്നത് തന്നെ പുതിയ പുതിയ സംഭവങ്ങളല്ലേ. അതിന് അനാമിക മോള് കാരണമല്ലല്ലോടാ, പിന്നെന്താ. ആരാ കാരണമെന്നൊക്കെ ആർക്കറിയാമെന്ന് ജയനോട് അന്നേരം അനി പറയാം. ആ സമയത്ത് അമ്മയും മോളും കൂടെ അപ്പുറം മാറി നിന്ന്, അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ, എനിക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് അനാമിക രേവതിയോട് പറഞ്ഞു. അപ്പം എൻ്റെ മോളെ, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്, ഞാൻ കൊടുക്കില്ല എന്ന് അനാമിക. എൻ്റെ പൊന്നു മോളെ, ഇപ്പം നീ ബ്ലഡ് കൊടുത്താലുണ്ടല്ലോ എല്ലാവരെയും മാറ്റി നിർത്തി നിന്നെ അവരെ അടക്കി പിടിക്കും മോളെ. അങ്ങനെ എൻ്റെ ചോര കളഞ്ഞിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് വേണ്ട എന്ന് അനാമിക. എടി, ഒരു ഗോൾഡൻ ചാൻസാണ് നീ കളഞ്ഞു കുളിക്കുന്നേ. ആദ്യം കുറഞ്ഞ ചാൻസൊക്കെ മതി എനിക്ക്. ഇനിയിപ്പോൾ അവരോട് ഞാനെന്ത് പറയുന്നു രേവതി ചോദിച്ചപ്പം അച്ഛൻ ബ്ലഡ് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് കള്ളം പറയണം. എന്നിട്ട് പറ്റിയില്ലെങ്കിലോ? എൻ്റെ മോളെ, ആർക്കും ഇല്ലാത്ത ഗ്രൂപ്പാ AB നെഗറ്റീവ് എന്ന് പറയുന്നത്. അമ്മയുടെ ഗ്രൂപ്പ് ഏതാ? അപ്പോൾ A പോസിറ്റീവ്. ആ, അച്ഛൻ്റെ ഏതാ? B നെഗറ്റീവ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചേർന്ന AB നെഗറ്റീവ് ആകത്തില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്തോളാൻ പറഞ്ഞു. നീ എന്തായാലും തമാശ പറയാണോ? അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേവയാനിക്ക് വേറെ ബ്ലഡ് മാറ്റി കൊടുക്കാനൊക്കെയുള്ള പരിശ്രമങ്ങളാണ് അനാമിക ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കൊന്നുകളയാവല്ലോ ആ ഒരു ഇതിൽ. അങ്ങനെ അമ്മയും മോളും കൂടെ അവിടെ കിടന്ന് ലോകടി. ഈ സമയത്ത് മോളെ അനി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പിന്നെ മിണ്ടാട്ടം മുട്ടി അങ്ങനെ നിൽക്കുക. എന്തായി? ദേ നിൻ്റെ വല്യമ്മയുടെ കാര്യം നീ സഹായിച്ച അതൊരു വലിയ പുണ്യം തന്നെയാണെന്ന് അനി അനാമികയോട് പറഞ്ഞു. അതെ, നിനക്ക് വല്യമ്മയെ വല്ലാണ്ട് ഇഷ്ടമാണല്ലോ. സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് നിനക്കാണല്ലോ വല്യമ്മ സ്നേഹസമ്മാനങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തുകൂടെ എന്ന് അനി ചോദിച്ചു. അനാമിക ഒന്നും മിണ്ടുന്നില്ല. അത് പിന്നെ മോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് ബ്ലഡ് കൊടുക്കാമെന്ന് പറയുമായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു രേവതി. ഇത് കേട്ടപ്പോൾ അനാമിക പിന്നെ അമ്മയെ തുറച്ച് നോക്കുക. അപ്പോഴാണ് മോളുടെ അച്ഛൻ്റെ വിളി വന്നത്. അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ തൽക്കാലം കൊടുക്കാൻ വരട്ടെ, അച്ഛൻ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആൻറ്റി, കുറച്ച് നേരമായിട്ട് ഞങ്ങളും അതിനു വേണ്ടിയിട്ട് പലയിടങ്ങളിലും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് അനി പറയാം. ഇതുവരെ ഇതൊന്നും ശരിയായിട്ടില്ല എന്ന്. അച്ഛനും ഒരുപാട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അന്വേഷണം നടത്തുന്നത്. അപ്പം ഞങ്ങൾക്ക് കണക്ഷൻസ് ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് അനാമികയോട് അനി അന്നേരം ചോദിച്ചു. അയ്യോ, എന്നൊന്നും അല്ല മോനെ പറഞ്ഞത്. മോളുടെ അച്ഛൻ്റെതായ രീതിയിലൊരു അന്വേഷണം നടത്തുകയാണെന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, നീ വീട്ടിൽ വലിയൊരു സീൻ ഉണ്ടാക്കിയിട്ടാണ് നിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. അതും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുന്നിൽ വെച്ച്. അതിൽ അവർക്കൊക്കെ വലിയ വിഷമമുണ്ട്. പിന്നെ അഹങ്കാരം കാണിച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വരില്ല എന്ന് നമ്മുടെ ഹനി പറയാം. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക കേട്ടോ. എടോ, ദയവ് ചെയ്ത് വയസ്സായ മനുഷ്യരെ വിഷമിപ്പിക്കാൻ നിൽക്കരുത്. മുത്തശ്ശൻ്റെ അസുഖത്തെപ്പറ്റി നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം അതിന് മോളല്ലല്ലോ അനിയെ വഴക്കുണ്ടാക്കിയത്. അപ്പം ഇവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലമ്മേ, ഇവനെപ്പോഴും ഇവൻ്റെ ഏട്ടത്തിമാരുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് അനാമിക പറഞ്ഞപ്പം ഞാൻ ഒരിക്കലും നവ്യേട്ടത്തെ ന്യായീകരിച്ച ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ നയനേട്ടത്തിയെ നീ ഉൾപ്പെടെയുള്ളവർ പാഠമാക്കണം, എങ്കിലേ ഒരു ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ദോഷം വരില്ല. കഷ്ടപ്പാട് അറിഞ്ഞു വന്നതുകൊണ്ട് അവർക്ക് ജീവിതത്തെ പറ്റി നല്ല ധാരണയുണ്ട്.
അതില്ലാതെ പോയതേ നിനക്കാണെന്നുള്ള കാര്യം അനി ഇങ്ങനെ അനാമികയോട് പറയണു. ഇത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് വഴക്കിടല്ലേ മോനെ. മോൻ്റെ വല്യമ്മ അകത്ത് അത്യാസന്ന നിലയിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ടേ നിങ്ങൾ തമ്മിൽ ഇനി ഒന്നും രണ്ടും പറഞ്ഞ് മൂർത്തി സാറിൻ്റെ വില കളയല്ലേ എന്ന് പറഞ്ഞു രേവതി. അപ്പം അത് തന്നെ എനിക്കും പറയാനുള്ളത്. എൻ്റെ മുത്തച്ഛന് ഒരു വിലയുണ്ട്. ആ കുടുംബത്തിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഇവക്കും ആ വിലയുണ്ട്. അതുകൊണ്ട് വെറുതെ അത് കളഞ്ഞു കുളിക്കാൻ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങ് കയറിപ്പോയി. അപ്പം നീ രക്തവും കൊടുത്തില്ല, അതിൻ്റെ കൂടെ അവനെ ചുടിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി മകളോട് പറയുമ്പോൾ എന്നിട്ടും അവൻ കയറി അവളുമാരെ ന്യായീകരിച്ചത് കണ്ടില്ല എന്ന് ചോദിച്ചു. എന്നോട് തിരികെ ചെല്ലണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞതുപോലും ഇല്ലല്ലോ എന്ന് അനാമിക. അവൻ്റെ മനസ്സിനെ സ്നേഹിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടി എന്നെ നിലനിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നാണക്കേട് ഒഴിവാക്കാനാണെന്നുള്ള കാര്യവും അനാമിക പറഞ്ഞു. അല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഞാനില്ലാന്നും. മോളെ അതൊക്കെ മാറണമെങ്കിലേ നീ അവൻ്റെ മനസ്സ് കീഴടക്കണം. അത് ഒരുത്തി കീഴടക്കി കഴിഞ്ഞല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പം എന്നെ ഉൾക്കൊള്ളാൻ അവന് പറ്റാത്തത്. എന്തായാലും നീ ബ്ലഡ് കൊടുക്കാതിരുന്നത് മോശമായി പോയി മോളെ. ഒരു മോശവും ഇല്ല. എനിക്ക് പേടിയാ ബ്ലഡ് കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അതും പറഞ്ഞ് അനാമിക തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ജയൻ്റെ അരികിലേക്കാണ് ചെല്ലുന്നത്. ജയൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ ജയൻ ഇങ്ങനെ അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ കയറി ചെല്ലുന്നു. അതെ, ഇപ്പോൾ ദേവയാനിക്ക് ബോധം വന്നു എന്ന് പറഞ്ഞു ജയൻ. വേണമെങ്കിൽ കയറി കാണാം. അയ്യോ, ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ഞാനും മോളും ഒക്കെ. വേണുവേട്ടൻ ബ്ലഡ് സംഘടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ മോള് തന്നോളൂ എന്ന് പറഞ്ഞു രേവതി. അത് കേട്ടപ്പോൾ മോള് വീണ്ടും അമ്മയെ തുറച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ജയൻ അത് മനസ്സിലായി. അതൊന്നും വേണ്ട, ഞങ്ങൾ വേറെ നോക്കുന്നുണ്ട്, മിക്കവാറും ശരിയാകുമെന്നും പറഞ്ഞ് അങ്ങനെ പറയും കേട്ടോ. എന്നാൽ ഞങ്ങൾ കയറി കണ്ടിട്ട് വരാൻ വലിയച്ചാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ തുള്ളിച്ചാടി അകത്തേക്ക് കയറി പോകുമ്പോൾ എനിക്ക് പറ്റിയ ഒരു ബന്ധമേ ആയിരുന്നില്ല ഈ അനാമികയുമായുള്ള ജീവിതമെന്നും പറഞ്ഞുകൊണ്ട് ജയൻ ഇങ്ങനെ സ്വയം തിരിച്ചറിവിൽ നിൽക്കുക. ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് വന്നു. അവൾ ബ്ലഡ് കൊടുക്കത്തില്ല വലിയച്ച. അപ്പോൾ വേണ്ട മോനെ, ആ സമയത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ എത്തും. എല്ലാ ഗ്രൂപ്പിലും നമ്മൾ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പരിചയക്കാരോട് എല്ലാവരോടും നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. അതും പറഞ്ഞ് അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സുകൊണ്ടിരുന്ന് ഇങ്ങനെ ചിന്തിക്കാം, ഒരിക്കലും അവന് പറ്റിയൊരു ബന്ധമല്ല അനാമിക. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ അവിടെ ഒന്ന് പറയുന്നു. ഈ സമയത്ത് അമ്മയും മോളും കൂടെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും ഒരു വളിച്ച ചിരിയൊക്കെ ചിരിച്ച് ദേവയാനി അവിടെ കിടക്കുക. ദേവയാനി ഇങ്ങനെ ഇവരെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എനിക്ക് തീരെ വയ്യ മോളെ എന്ന് ദേവയാനി. ഇതുപോലൊരു വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ അവസ്ഥയൊക്കെ പറയുക. എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥ ആയി പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സമയത്ത് പറയാൻ പാടില്ല എന്നെനിക്ക് അറിയാൻ വല്യം. എന്നാലും ഞാൻ പറയുക, വെല്ലിച്ചൻ പറഞ്ഞിരുന്നല്ലോ വല്യമ്മയോട് ഇപ്പോൾ അവശതയുള്ളത് കൊണ്ട് പാലൊക്കെ കുടിക്കണമെന്ന്. അപ്പം നവ്വിക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന പാലാ അത്. ഒരു പക്ഷേ വല്യച്ചൻ അത് പറയുന്നത് അവൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവൾ ആ പാലിൽ വിഷം കലർത്തിയത്. മനഃപൂർവ്വം അവളിത് ചെയ്തതാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് അനാമിക ഏഷണി പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ ആണുങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നില്ല. എങ്കിലും ജാനകി ചേച്ചിക്കും ജലജ ചേച്ചി ഉൾപ്പെടെയുള്ളവർക്കേ അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല എന്ന് ഈ രേവതി പറയുക. അപ്പം ശരിയായിരിക്കും, അവളുടെ യാത്ര മുടക്കിയതിന് അവൾ പ്രതികാരം ചെയ്യുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അമ്മയും മോളും കൂടെ പറഞ്ഞു പിടിപ്പിക്കുക. അതെന്നിട്ടിപ്പോൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാനുള്ളത് പരിശ്രമം നടത്തുക എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ച പാലിൽ നിന്ന് ആ വിഷം ഉള്ളിൽ പോയിരിക്കുന്നതെന്ന് ദേവയാനി പറഞ്ഞു. അടുക്കളയിൽ കയറുന്നതും പാല് കാച്ചുന്നതും ഒക്കെ നയനയാണെന്ന് ദേവയാനി പറയുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേറൊരാളെയും സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദേവയാനി പറയുന്നത് കേട്ടപ്പോൾ അമ്മയും മോളും ഞെട്ടി. ഉദ്ദേശിച്ച കാര്യം തന്നെ വന്നല്ലോ എന്നുള്ളൊരിതിലെ വല്യമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് എൻ്റേതും. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. അപ്പം അച്ഛൻ പറഞ്ഞു 1-2 പേരെ സംഘടിപ്പിച്ച് തരാമെന്ന്. അതുകൊണ്ട് ഞാൻ മാറി നിന്നതാണെന്നും പറഞ്ഞിങ്ങനെ പറയണു കേട്ടോ. എങ്കിലും ബ്ലഡ് കയറ്റുന്ന സമയത്ത് എന്തെങ്കിലും കുറവ് തന്നാൽ ഞാൻ തന്നെ കൊടുത്തോളാം കേട്ടോ എന്ന് അനാമിക. ചേച്ചിക്ക് ബ്ലഡ് തരാൻ പറ്റാത്തതിലേ മോൾക്കാണെങ്കിലും നല്ല സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ്. വേണ്ട മോളെ, ആവശ്യമുണ്ടെങ്കിലേ മതിയല്ലോ, ഇപ്പോൾ വേറെ ആളുണ്ടല്ലോ എന്ന് ദേവയാനി. അപ്പോൾ കൂടുതൽ സംസാരിക്കണ്ട വല്യമ്മ, ഞാൻ പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പുറത്ത് നിൽക്കാം. അപ്പം നയന പുറത്തുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്ന് എന്നെ കാണരുത് എന്ന് പറയണം. പുറത്ത് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു, കാണുകയാണെങ്കിലേ ഞങ്ങൾ പറഞ്ഞോളാം. ശരി വല്യമ്മയെന്ന് പറഞ്ഞു. എന്നിട്ട് തലയിലൊരു തലോടലൊക്കെ തലോടി അങ്ങ് പോയി ഇറങ്ങി. ഈ സമയത്ത് കാണിക്കുന്ന ആദർശ് ഇങ്ങനെ അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുക ഭഗവതിയുടെ മുന്നിൽ. അപ്പോൾ തിരുമേനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അല്ല
അന്ന് മാലയിടൽ നടന്നപ്പോൾ മോൻ മാത്രമാണ് ഇവിടെ വരാതിരുന്നത്. പിന്നീട് ഞാൻ വന്നല്ലോ തിരുമേനി. വന്നു, എങ്കിലും എല്ലാവർക്കും ഒപ്പം ഈ സന്നിധിയിൽ നിന്നല്ലല്ലോ മാല ഇട്ടത്. കീഴ്ക്കാവിലെ അമ്മയ്ക്ക് ശക്തി ഇല്ല എന്നുള്ളതല്ല, എങ്കിലും അച്ഛനും ഇളയച്ചനും അതുപോലെ എല്ലാവരും അകത്ത് കയറി മാലയിട്ടപ്പോൾ അവർക്കൊപ്പം മോനും കൂടായിരുന്നു. ആ സമയത്ത് അമ്മയോടുള്ള പ്രതിഷേധം കാരണം മാറി നിന്നു എന്നാണ് ഞാൻ കേട്ടത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേ ഇപ്പം അമ്മയ്ക്ക് തന്നെയല്ലേ ആപത്ത് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആപത്തുണ്ടാകണമെന്ന് കരുതിയൊന്നും അല്ല അന്ന് ഞാൻ മാറി നിന്നതെന്ന് പറഞ്ഞപ്പോൾ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമല്ലോ മോനെ. പിന്നെ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾക്ക് രക്ഷകയായിട്ട് ഒരാൾ അവിടെ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അറിയാൻ തിരുമേനി. അമ്മയും നയനയും തമ്മിൽ സ്നേഹത്തോടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു നമ്മുടെ ആദർശം. അസുഖം മാറി വരുമ്പോഴെങ്കിലും അമ്മയുടെ മനസ്സ് മാറണേ എന്നാണ് ഞാനിപ്പോൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറഞ്ഞിട്ട് പ്രസാദമൊക്കെ മേടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആദർശ് ഇങ്ങനെ അങ്ങ് പോരാനായിട്ട് തുടങ്ങി. ഒരാൾ അവിടെ ആലിഞ്ചുവട്ടിൽ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് ആന്ന് പറഞ്ഞു. അപ്പോൾ അത് ആരാണെന്ന് ചോദിച്ചു. അങ്ങോട്ട് ചെന്ന് നോക്കുന്നേ, അപ്പോൾ അറിയാം ആരാണെന്നും പറഞ്ഞ് തിരുമേനി പറഞ്ഞു വിടും. ആദർശ് ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ നയനയാണ് അവിടെ ആലിഞ്ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അത് ആദർശ് കാണുക. അത് കണ്ടപ്പോൾ ആദർശിന് ഒരുപാട് സങ്കടവും സന്തോഷവും എന്തൊക്കെയോ ഒരു വികാരം. അപ്പോൾ ആദർശേട്ടൻ വന്നോ? നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നും ഞാൻ വന്നതല്ല, പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് വന്നതാ. അപ്പോഴാ തിരുമേനി പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി ഒരാൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യമെന്ന് നമ്മുടെ ആദർശ് പറയുക. അത് നീയാണെന്ന് പറഞ്ഞില്ല കേട്ടോ, നീ അവിടെ നിന്ന് പോകുന്നത് ഇങ്ങോട്ടേക്കായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് പറയാതിരുന്ന എന്താ, നമുക്ക് ഒരുമിച്ച് വരാമായിരുന്നല്ലോ. അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി ആദർശേട്ടാ, അതാ വന്നതെന്ന് നയന പറഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലാ. അമ്മയുടെ ബ്ലഡ് മാറ്റണമെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അമ്മയുടേത്, AB നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം. നയന ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല, ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ആരാ അയാൾ? ആരാ? ഡോണറായി വരുന്ന ആൾക്ക് അസുഖമൊന്നും ഉണ്ടാകാൻ പാടില്ല, ആരാ അയാളെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ ആൾക്ക് അസുഖമൊന്നുമില്ല, ചെറുപ്പമാണെന്ന് നമ്മുടെ നയന. അയാൾ ബ്ലഡ് തരാൻ തയ്യാറാകുമോ? അപ്പോൾ 100% തയ്യാറാകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇപ്പം തന്നെ അയാളെ ഒന്ന് വിളിച്ചാലോ എന്ന് നയന ആദർശ് ചോദിച്ചപ്പോൾ എന്തിനാ വിളിക്കുന്നത്, ആ ആൾ വെളിപ്പുറത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് നയന പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്ന് നമ്മുടെ നയന പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്പലത്തിൽ മണിശബ്ദം. ഞാനിപ്പോൾ ദൈവത്തോട് ആ ബ്ലഡ് ഗ്രൂപ്പിൽ പറ്റി ആരെങ്കിലും കാണിച്ചു തരണേന്നാണ് പ്രാർത്ഥിച്ചത് എന്ന് ആദർശ് പറയുക നയനയോടെ. നീ പറഞ്ഞ സത്യമാണെന്ന് ചോദിച്ചു. മുൻപ് 1-2 തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ്സിലൊക്കെ AB നെഗറ്റീവ് തന്നെ എഴുതിയിരിക്കുന്നതെന്നും പറഞ്ഞു. അതിന് മാറാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല. ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് തരാനേ എനിക്ക് പരിപൂർണ്ണ സമ്മതമാണെന്ന് നമ്മുടെ നയന. അത് കേട്ടപ്പോൾ ആദർശ് ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് എനിക്ക് തോന്നണേന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം കാണിക്കുക കേട്ടോ. നിന്നെ ഒരുപാട് വെറുക്കുന്നുണ്ട് എൻ്റെ അമ്മ, ആ അമ്മയ്ക്കിപ്പോൾ ജീവൻ തിരിച്ചു കൊടുക്കാൻ നീ തന്നെ നിയോഗിക്കപ്പെട്ടല്ലോ എന്നും പറഞ്ഞു ആദർശം. അപ്പോൾ അമ്മ പഴയ അവസ്ഥയിലേക്ക് വരണം, അമ്മയ്ക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുത്, അത്രേ ഉള്ളൂ ആദർശേട്ടാ എനിക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അങ്ങനെ ഒരു ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ നമ്മുടെ സൂപ്പർ ഹിറ്റ് വിശേഷം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.